ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ദീപകശി. അപ്പോൾ ഇന്ന് മുതൽ ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ മാത്സ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിലിംസിനും മെയിൻസിനും ഉള്ളൊരു ബുക്കാണിത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മാത്സ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഖ്യകളും ക്രിയകളും എന്നൊരു ചാപ്റ്ററാണ്. ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സിനെ പറ്റി പറയുന്ന ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാനൊരു ഐപാഡിലാണ് എഴുതി പഠിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഐപാഡിൽ എഴുതി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പെൻസിലിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം എനിക്ക് ഹൈലൈറ്റർ യൂസ് ചെയ്താൽ പിന്നെ അത് നോക്കുമ്പോൾ ഒരുമാതിരി തോന്നും. അതുകൊണ്ട് പെൻസിൽ വെച്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നത് നമ്മുടെ ഗൈഡിൽ. ഈ ഗൈഡ് കാണുമ്പോൾ തന്നെ അറിയൊരു ഭീകര ഗൈഡാണ്. ഈ ഗൈഡ് കാണുമ്പോൾ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോകും. കാരണം ഇത്രയും പേജുകൾ എങ്ങനെ തീരും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. ഇത്രയും വലിയൊരു ഗൈഡ് ഫസ്റ്റ് പേജ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായും എനിക്ക് ഭയം തോന്നി. ഇത് ഏത് കാലത്ത് തീരും, അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതി പോവുകയാണ്. നിങ്ങൾക്ക് കാണാം, സാധാ പേപ്പറിൽ എഴുതി പോകുന്നതിനെക്കാട്ടി ഞാൻ ഇതുപോലെ ഐപാഡ് 9th Gen ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ എഴുതിയാലും നമുക്ക് ഇറേസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് മാഞ്ഞു പോകും. അപ്പോൾ ഈ മാത്സ് ഒക്കെ ചെയ്ത് പേപ്പറിൽ കളയുന്നതിനെ കാട്ടിയും നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ സ്റ്റൈലസ് യൂസ് ചെയ്ത് എഴുതുന്നതായിരിക്കും ഭേദം. ഞാനിപ്പോൾ ഇത് എഴുതി പഠിക്കും പോലെ ചെയ്യുന്നതാണ്. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് തന്നെ കളയും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഞാൻ ഗൈഡിൽ തന്നെ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം പേപ്പർ എഴുതി വേസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും എത്രയോ ഭേദമാണ് ഇതുപോലൊരു ഐപാഡിൽ എഴുതുന്നത്. പക്ഷെ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഐപാഡ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഐപാഡ് മേടിക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും പേപ്പർ തന്നെയാണ് ഭേദം. എത്രയോ നോട്ട്ബുക്ക് നമുക്ക് മേടിക്കുക ഐപാഡിൻ്റെ രൂപയ്ക്ക്. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യുക. എനിക്കിതാണ് കംഫർട്ടബിൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഒരു 7-9 പേജസ് ഉണ്ട്. പിന്നെ അത് നോക്കിയാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് മലയാളം അത്രയ്ക്ക് വശമില്ല. അപ്പം മലയാളത്തിലാണ് ഞാൻ ഇപ്പോൾ മാത്സിൻ്റെ ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഫോർമുലാസ് ഒക്കെ ഞാൻ എഴുതി പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാൻ മാത്സ് ചെയ്യുന്നത് ഉച്ചയ്ക്കാണ്. കാരണം ഉച്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ മാത്സ് പോലൊരു സംഭവം ഇങ്ങനെ എഴുതി പഠിക്കുമ്പോൾ അത്രയും നമുക്ക് ടൈം സേവ് ചെയ്യാം. പകരം നമ്മളിപ്പോൾ ഹിസ്റ്ററിയോ എന്തെങ്കിലും ടോപ്പിക്കോ ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ഉറങ്ങിപ്പോകും ഈ ഒരു ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഓക്കെ, സോ മാത്സ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ഭേദം. അപ്പോൾ ഞാൻ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബോർഡ് മാസ്, പിന്നെ ഓഡ് നമ്പർ, ഈവൻ നമ്പർ, നാച്ചുറൽ നമ്പർ, അതിൻ്റെയൊക്കെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, പല ഫോർമുലകളാണ് ഇതിൽ ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു തവണ നമ്മൾ ഒരു ഫോർമുല ഓർക്കുമ്പോൾ അടുത്തതിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മറക്കുന്നുണ്ട്. അപ്പം ഇതിൽ കുറേ ഫോർമുലാസ് വരുന്നുണ്ട്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, അങ്ങനെ കുറേ കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഓരോന്നും ഓരോ ടൈപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഐപാഡിൽ എഴുതി പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതിൽ ഓരോ ടേംസ് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിലാണ് ഇതിൽ മാത്സ് പഠിച്ചപ്പോൾ മലയാളത്തിൽ വന്നപ്പോൾ പുതുതായിട്ട് പഠിക്കുമ്പോൾ ഒരു കുട്ടി ഒരു 5ാം ക്ലാസ് ലെവലിൽ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത്. എന്നാലും കുഴപ്പമില്ല, ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് മാത്സ്. ഓക്കെ, എനിക്ക് ബോറടിക്കാതെ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം, ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് പറയുന്നത്. 1 മുതൽ 12 വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പം ഇതിൽ എനിക്ക് പാടായിട്ട് തോന്നിയ 1-2 മാത്രമേ നോട്ട് ചെയ്ത് വെച്ചു. അതായത് 7ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്, പിന്നെ 11ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്, അങ്ങനത്തെയൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പെൻസിലിട്ടാണ് അണ്ടർലൈൻ ചെയ്യുന്നത്. കാരണം ഇനി നോക്കിയാലും നമുക്ക് പുതുതായിട്ട് നോക്കുന്ന ഒരു ഫീൽ വേണം. അല്ലാതെ എനിക്ക് യെല്ലോ കളറിട്ട് ഹൈലൈറ്റ് ചെയ്ത് പിന്നെ അത് വായിക്കാൻ പോലും തോന്നില്ല. എനിക്ക് തലവേദന എടുക്കാം ഒരു യെല്ലോ കളർ കാണുമ്പോൾ.
അപ്പം എൻ്റെ ഒരു കൺവീനിയൻസ് ഇതാണ്. പക്ഷേ മിക്കവരും നമ്മൾ കാണാം യൂട്യൂബ് ചാനലുകളിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഓക്കെ, എനിക്ക് പെൻസിലാണ് കംഫർട്ടബിൾ. പിന്നെ സ്റ്റൈലസിൽ ഡ്യൂസിബിലിറ്റി ടെസ്റ്റാണ് ഇപ്പോൾ എഴുതുന്നത്. എഴുതി പോകുന്നുണ്ട് ഡ്യൂസിബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, ഉച്ച സമയമാണെങ്കിലും ബോറടിക്കാതെ പോകുന്നുണ്ട്. ഇതിന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ ഞാൻ പഠിച്ച ഈ ടോപ്പിക്കിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. കാരണം ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ ഗൈഡാണ്. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് ഓരോ പ്രോബ്ലം പുതുതായിട്ട് അതിൻ്റെ ആൻസർ നോക്കിയേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ കാണാതെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. പിന്നെ ഓരോന്നും നോക്കി പഠിക്കുകയാണ്. ഓക്കെ, നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതൊന്നും പറയാനില്ല. നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒരു പ്രാക്ടീസ് സെറ്റിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓരോന്നും പഠിച്ചത് ശേഷം അതിൽ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പ്രോബ്ലത്തിലെ ഇമ്പോർട്ടൻറ്റ് സൊല്യൂഷൻസിനെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട് പെൻസിൽ വെച്ച്. നെക്സ്റ്റ് ടൈം നോക്കുമ്പോൾ നമുക്കത് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എഴുതി പോകുന്ന നിങ്ങൾക്ക് കാണാം. ഓക്കെ, എനിക്ക് ബോറടിച്ചില്ല. മേ ബി ഇതൊരു ഈസി ചാപ്റ്റർ ആയതുകൊണ്ടായിരിക്കും. നമ്മുടെ നമ്പർ സീരീസ്, അതായത് ഓഡ് നമ്പർ, നാച്ചുറൽ നമ്പർ, ബേസിക് ആയിട്ടുള്ള ക്രിയകളും ബോഡ് മാസും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും പാടെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ചാപ്റ്റർ എപ്പോഴും എളുപ്പമായിരിക്കും. ഓക്കെ, കൊച്ചു പിള്ളേരുടെ സ്റ്റാൻഡേർഡിലുള്ള ടോപ്പിക്കാണ് ഞാൻ എടുത്തത് ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് കാണാം. ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനായിട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. പുതിയ ആൻസേഴ്സ് ആണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഒരു ക്വസ്റ്റ്യനെക്കാട്ടും ഡിഫറെൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെ ആൻസേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ചെയ്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഏകദേശം തീരാറായിട്ടുണ്ട്. നമുക്ക് കാണാം, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ക്വസ്റ്റ്യന് ശേഷം ഇവർ നമ്മുടെ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറും തന്നിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ നമ്മുടെ ഇപ്പം ഫയർമാനിന് വന്ന ക്വസ്റ്റ്യൻ ആയാലും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നോക്കിയപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പം പ്രിലിംസിനും മെയിൻസിനുമായിട്ടുള്ള ഒരു ഗൈഡാണ് ഡിഗ്രി ലെവൽ. അപ്പം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്വാഭാവികമായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഓരോന്നിൻ്റെ ആൻസർ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആൻസർ നോക്കിയിട്ടാണ് ഈ നമ്മുടെ ടാബിൽ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം എല്ലാം എനിക്ക് പുതുതായിട്ടാണ് തോന്നുന്നത്, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്തായാലും പുതിയ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബോറടിക്കുന്നില്ല. എനിക്ക് മാത്സ് ചെയ്യാൻ ഇഷ്ടം തന്നെയാണ്. പക്ഷെ മലയാളത്തിലായതുകൊണ്ട് ഓരോ ടേംസ് പുതുതായിട്ട് പഠിക്കുന്ന ഒരു പ്രയാസം ഉണ്ട്. എന്നാലും ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആകുമ്പോൾ തന്നെ നമുക്കൊരു 5-10 പേജ് ആവും ഈ ഒരു ബുക്കിൽ. സോ മാത്സ് ആണ് ഞാൻ ഇപ്പോൾ ഈ സെഷനിൽ ചെയ്യുന്നത്. ഈ വരും വീഡിയോസിൽ പല ടോപ്പിക്സും കവർ ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്തത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, നമ്മുടെ ലക്ഷ്യ ഗൈഡിലെ മാത്സിലെ നമ്മുടെ നമ്പർ സീരീസിൻ്റെ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.